നമസ്കാരം. വളരെയധികം ജനകീയമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ. RD എന്ന ചുരുക്കപ്പേരിലാണ് ഇവ കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെ കാലാവധിയുള്ള വ്യത്യസ്തങ്ങളായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ബാങ്കുകളിലുണ്ട്. പോസ്റ്റ് ഓഫീസിലുമുണ്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. അതിൻ്റെ കാലാവധി 5 വർഷമാണ്. എല്ലാ മാസവും ഒരു കൃത്യമായ തുക കൃത്യമായി നിക്ഷേപിച്ചുകൊണ്ട് കുറച്ചു കാലം കൊണ്ട് ഒരു വലിയ തുക ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന നിക്ഷേപ സംവിധാനമാണ് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ 3 കാര്യങ്ങളാണ്. നമ്പർ 1, ഗ്യാരണ്ടീഡ് റിട്ടേൺ. നമ്പർ 2, ലോ റിസ്ക്. നമ്പർ 3, സിമ്പിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. ഗ്യാരണ്ടീഡ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുക, നമ്മളൊരു RDയിൽ ചേരുമ്പോൾ തന്നെ അതിൻ്റെ പലിശ എത്രയാണെന്ന് കൃത്യമായിട്ട് പറയും. കാലാവധി പൂർത്തിയാക്കി കഴിയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കും. ഇത് ഗ്യാരണ്ടീഡ് ആണ്, ഇതിൽ മാറ്റമൊന്നും വരില്ല. ഇനി നോ റിസ്ക്. മറ്റ് പല നിക്ഷേപ സംവിധാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റിസ്ക് തീരെ ഇല്ല എന്നുള്ളതാണ്. ഇനി സിമ്പിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുക, RD വളരെ സിമ്പിൾ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റീസ് തീരെ കുറവാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട, മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസുമായി ബന്ധപ്പെട്ട കോംപ്ലക്സിറ്റീസ് ഒന്നും RDയുടെ കേസിലില്ല. കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് ഇന്നുള്ളതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിക്ഷേപ സംവിധാനങ്ങൾ വളരെ കുറവായിരുന്നു. മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയ്ക്കങ്ങോട്ട് ആക്റ്റീവ് ആയിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെയും ആകർഷിക്കുന്ന ഒരു സംഗതിയായിരുന്നു ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എന്നാൽ ഇന്ന് കാലം മാറി, കഥ മാറി. എമർജിംഗ് ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് നിക്ഷേപ സംവിധാനങ്ങൾ ജനകീയമായി. അതോടെ റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ ചേർത്ത് പിടിക്കുന്നത് ഭൂരിഭാഗവും കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന വിഭാഗമാണ് എന്ന അവസ്ഥയിലേക്ക് വന്നു. അതായത് കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ ഏതാണ്ട് കൈയൊഴിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന RDയുടെ പ്രാധാന്യം ഇല്ലാതായിട്ടില്ല. എമർജിംഗ് ആയ, ഇന്നോവേറ്റീവായ ഒരുപാട് നിക്ഷേപ സംവിധാനങ്ങൾ ഇവിടെ ജനകീയമായിട്ടും റിക്കറിംഗ് ഡെപ്പോസിറ്റിന് അതിൻ്റെതായിട്ടുള്ള റോൾ ഇപ്പോഴുമുണ്ട് എന്നതാണ്. ഏതൊരു നിക്ഷേപകനും, അത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ പോലും അയാളുടെ പോർട്ട്ഫോളിയോയിൽ RDക്ക് ഒരു ഇടം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ്, ഏതൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് സ്മാർട്ടായ ഒരു ഇൻവെസ്റ്റർ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ ഉപയോഗിക്കേണ്ടത്. അതിനപ്പുറത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പലപ്പോഴും മണ്ടത്തരമാകാം. നമ്പർ 1, ഫോർ എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എന്താണെന്ന് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. കാണാത്തവർ ദയവായി കാണുക. എമർജൻസി ഫണ്ട് എല്ലാവർക്കും അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫിൽ ഒരു എമർജൻസി ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം പെട്ടെന്ന് നിലച്ചു പോയാൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഫണ്ട് അത്യാവശ്യമാണ്. എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ എമർജൻസി ഫണ്ട് നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ എമർജൻസി ഫണ്ടിനെ റീബിൽഡ് ചെയ്യണം. ഈ 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയും റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. സപ്പോസ് നമുക്ക് വേണ്ടത് എമർജൻസി ഫണ്ടായിട്ട് 1 ലക്ഷം രൂപയാണ് എങ്കിൽ, ഈ 1 ലക്ഷം രൂപ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആരംഭിക്കാം. അതിനപ്പുറത്തേക്ക് നമ്മുടെ എമർജൻസി ഫണ്ടിലേക്ക് ഒരു 75,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലും ആ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ ഉപയോഗിക്കാവുന്നതാണ്. എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതും റീബിൽഡ് ചെയ്യേണ്ടതും ഒരു ഷോർട്ട് ടേമിലാണ്. സോ ഷോർട്ട് ടേം ഡ്യൂറേഷനുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ചേർന്ന് ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കേസ്, ടു അച്ചീവ് ഷോർട്ട് ടേം ഗോൾസ്. ഇവിടെ ഷോർട്ട് ടേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പീരീഡ് 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കാലാവധിയാണ്. ഈ ഒരു കാലാവധിക്കുള്ളിൽ നേടിയെടുക്കേണ്ട പല ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി റിക്കറിംഗ് ഡെപ്പോസിറ്റുകളിൽ ചേരാവുന്നതാണ്.
ആണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തണം. നിങ്ങളൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തണം. വീടിന്റെ കുറച്ച് റിനോവേഷൻ ഉണ്ട്, പെയിന്റിങ് ആയിക്കോട്ടെ, അതിനുവേണ്ടി കുറച്ച് ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അടുത്ത വർഷം ഫാമിലിയുമായിട്ട് ഒരു ടൂർ പോകാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഫണ്ട് വേണം. അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി ഒക്കെ ഒരല്പം മനോഹരമായിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഫണ്ട് വേണം. ചിലപ്പോൾ ഈ 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകുന്ന NRIs ഉണ്ട്. അപ്പൊ നാട്ടിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പൈസ അങ്ങോട്ട് പൊട്ടും, അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തണം. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ചേരാവുന്നതാണ്, ഫണ്ട് കണ്ടെത്താവുന്നതാണ്. ഇനി മൂന്നാമത്തെ കേസ്, ഫോർ പ്രിഡിക്റ്റബിൾ റിക്കറിംഗ് എക്സ്പെൻസസ്. ഈ 1 വർഷത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ചില പ്രത്യേക എക്സ്പെൻസുകൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടി പറ്റും. ഇൻഷുറൻസ് പ്രീമിയം, മിക്കവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അതിന്റെ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അതിന്റെ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട്, അതിന്റെ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ല തുക വേണ്ടി വന്നേക്കും. ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി 1 ഇയർ ഡ്യൂറേഷനുള്ള RDകളിൽ ചേർന്ന് പണമുണ്ടാക്കാം. അതുപോലെ തന്നെ മറ്റ് പ്രെഡിക്റ്റബിൾ എക്സ്പെൻസുകളായ പ്രോപ്പർട്ടി ടാക്സ്, സ്കൂൾ ഫീസ് തുടങ്ങിയവയൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള പണവും RDകളിൽ ചേർന്ന് കണ്ടെത്താവുന്നതാണ്. ഇനി 4ാമത്തെ കേസ്, ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ താങ്കൾ ഒരു ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി കുറച്ച് പണം വേണം. ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു പക്ഷേ ഏതെങ്കിലും സ്റ്റോക്കുകൾ വാങ്ങുക എന്നതാവാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ അല്പം പണം മുടക്കുക എന്നുള്ളതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ആകാം. അധികം വൈകാതെ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനുവേണ്ടി കുറെ കൂടി പണം കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു RDയിൽ ചേരാം, സമ്പാദിക്കാം, പണം കണ്ടെത്താം. ഇനി 5ാമത്തെ കേസ്, ടു റീപേ സ്മോൾ ഡെപ്റ്റ്. എല്ലാ ആളുകൾക്കും ചെറിയ കടങ്ങൾ, ചെറിയ ലോണുകളൊക്കെ ഉണ്ടാവും. ഇവ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കേണ്ടവയായിരിക്കില്ല, ഒറ്റത്തവണയായിട്ട് അടയ്ക്കേണ്ടവയായിരിക്കും. വലിയ പലിശയൊന്നും ഇതിനുണ്ടാവണം എന്നില്ല. ഇത്തരം ലോണുകൾ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് എടുത്തതാവാം, അല്ലെങ്കിൽ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ വാങ്ങിയതാവാം, എന്തുവാകട്ടെ, ഇങ്ങനെ ഒന്നിച്ച് അടയ്ക്കേണ്ട ചെറിയ ലോണുകൾ, അവ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്കൊരു RDയിൽ ചേരാം. RDയിൽ കൃത്യമായിട്ട് നിക്ഷേപിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് ആ ഒരു ഫണ്ട് കണ്ടെത്തി നമ്മുടെ ആ ലോൺ, ആ കടം തിരിച്ചടച്ച് ഫ്രീ ആകാം. ഇനി 6ാമത്തെ കേസ്, ടു ടീച്ച് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഫോർ ബിഗിനേഴ്സ്. ഇവിടെ ബിഗിനേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വരുമാനം ഉണ്ടാക്കാൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ടീനേജേഴ്സ് അല്ലെങ്കിൽ യങ് അഡൽട്സ്, ഇവരെയാണ്. ഇവർക്ക് നിർബന്ധമായിട്ടും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം ഭാവിയിലേക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ബിഗിനേഴ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഡിസിപ്ലിൻ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നല്ല ഉപാധിയായിട്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ച 24 വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, ഒന്നും ആരംഭിച്ചിട്ടില്ല. അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി പഠിക്കണം, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പഠിക്കണം. അപ്പൊ എല്ലാ മാസവും ഒരു തുക മാറ്റി വെച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതിന്റെ പ്രാധാന്യമൊക്കെ അറിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു RDയിൽ ചേരാം. വളരെ സിമ്പിൾ ആയിട്ട് ചേരാൻ പറ്റുന്ന ഒരു സംഗതിയാണ് RD. അപ്പോൾ എല്ലാ മാസവും അക്കൗണ്ടിൽ നിന്ന് ഒരു തുക ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായി പോകുന്ന സംവിധാനമാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ തീർച്ചയായിട്ടും അദ്ദേഹം ശീലിച്ചു തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനർക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ശീലിക്കാൻ നല്ല ഒരു മാർഗമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇനി 7ാമത്തെ സാഹചര്യം, ടു ഡൈവേഴ്സിഫൈ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ. ഒരു പക്ഷേ താങ്കൾ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആയിരിക്കും. താങ്കളുടെ നിക്ഷേപ ഇടങ്ങൾ ക്രിപ്റ്റോ കറൻസി, സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് ഇവയൊക്കെ ആയിരിക്കും. അപ്പോൾ താങ്കളുടെ എല്ലാ നിക്ഷേപങ്ങളും അല്പം റിസ്ക് ഉള്ളവയാണ്. എന്ന് പറഞ്ഞാൽ താങ്കളുടെ പോർട്ട്ഫോളിയോ അല്പം റിസ്ക് നിറഞ്ഞതാണ്. ഇവിടെ താങ്കളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു RDക്ക് സ്ഥാനം കൊടുക്കുകയാണ് എങ്കിൽ താങ്കളുടെ പോർട്ട്ഫോളിയോയുടെ റിസ്ക് ഒരല്പം കുറയ്ക്കുന്നതിന് വേണ്ടി പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിന് വേണ്ടി, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഉപാധിയായിട്ട് റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ ഉപയോഗിക്കാം. അതായത് ഉള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും, ഉള്ള എല്ലാ സമ്പാദ്യങ്ങളും റിസ്ക് ഉള്ളിടത്താണ് എന്ന അവസ്ഥ ഒഴിവാക്കാൻ RDയെ പ്രയോജനപ്പെടുത്താം.
അപ്പോൾ നമ്മൾ ഇവിടെ 7 സാഹചര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈ 7 സാഹചര്യങ്ങളിൽ നമുക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്മാർട്ടായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് റിക്കറിംഗ് ഡെപ്പോസിറ്റ് യോജിച്ചതാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ലോങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 വർഷവും അതിന് മുകളിലേക്കുമാണ്. 4 വർഷവും അതിന് മുകളിലേക്കുമുള്ള RDകളിൽ ചേരുന്നത് അത്ര ബുദ്ധിയായിരിക്കില്ല. അതിന് പകരം മ്യൂച്വൽ ഫണ്ടുകളിൽ SIP ആയി നിക്ഷേപം നടത്തുകയായിരിക്കും നല്ലത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.